കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്തേക്ക് ഇന്നും നാളെയുമൊക്കെയായി എത്തും എന്നാണ് വിചാരിക്കുന്നത്. നേരത്തെ ഒരു കണ്ടെയ്നർ അടിഞ്ഞിട്ടുണ്ട്. ലൈഫ് ബോട്ട് അടക്കമുള്ളവ തീരത്തേക്ക് അടിഞ്ഞിട്ടുമുണ്ട്. അലക്സ് വർഗീസ്, ജില്ലാ കളക്ടർ, നേരത്തെ മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തെത്തി. അവിടെ നിന്ന് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. രഘു, ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു വളരെ സുരക്ഷാ മുൻകരുതൽ എടുക്കുന്നു, വിദഗ്ധരാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. എന്തൊക്കെ മുൻകരുതൽ നടപടികൾ ജില്ലാ ഭരണകൂടം അവിടെ സ്വീകരിച്ചിട്ടുണ്ട്? കൂടുതൽ എന്തെങ്കിലും വന്ന് അടിഞ്ഞോ? നമുക്കറിയാം, ഇതിന് മുൻപ് ഉണ്ടായപ്പോൾ ആളുകൾ കൗതുകത്തോടെ തീരത്തേക്ക് വരുന്ന ഒരു പ്രവണതയുണ്ട്. അത് അവിടെയും ഉണ്ടോ? സ്വാഭാവികമായിട്ട് തന്നെ നാട്ടിൻപുറമാകുമ്പോൾ ഇത്തരത്തിൽ കാഴ്ചകൾ കാണാൻ ആളുകൾ എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്ന് മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾ അടക്കം ഇവിടെ ധാരാളം ആളുകളുണ്ട്. ആർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ആളുകൾ ഇത് കാണാൻ വേണ്ടി തീരത്തേക്ക് എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തായാലും പോലീസ് ഇത് വടമൊക്കെ കെട്ടി ആളുകൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നർ 2 വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് കൈകാര്യം ചെയ്ത ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനിയിലെ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കളക്ടർ പറഞ്ഞത് ഒന്നുകിൽ ഇവിടെ നിന്ന്, അതായത് ഇവിടെ ഒരു പുലിമുട്ടും കുറച്ച് തിരയൊക്കെ ഉണ്ട്, തീരം ഇടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ വലിയ ഇത് ഉയർത്തുന്ന യന്ത്രമൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തന്നെ ഇത് ഉയർത്തി മാറ്റും. അല്ലെങ്കിൽ ബോട്ടിലോ മറ്റോ കെട്ടിവലിച്ച് ഏതെങ്കിലും തുറമുഖത്തേക്കോ മറ്റോ ഹാർബറിലേക്കോ മറ്റോ കൊണ്ടുപോയി കരക്കടുപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. വേക്കൻ്റാണ്, കണ്ടെയ്നർ ശൂന്യമാണ്. ഇതൊരു പക്ഷേ പാചകവാതകമൊക്കെ നിറയ്ക്കുന്ന ഗ്യാസൊക്കെ നിറയ്ക്കുന്ന ഒരു കണ്ടെയ്നർ ആയിരിക്കാം എന്നുള്ളൊരു നിഗമനമാണ്. ഈ കപ്പൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധമായ ഉത്തരവാദിത്വവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തെയോ മറ്റോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ ഒന്നും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അവരുടെ ഭാഗത്ത് നിന്ന് ഇത് നീക്കാൻ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഇതിവിടെ നിന്ന് മാറ്റും എന്നുള്ളതാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആശങ്കയുടെ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ പറയാൻ. പക്ഷേ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, തീരെ നമ്മൾ വന്ന സമയത്തിനേക്കാൾ കൂടുതലാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് വേലിയേറ്റമാകുമ്പോൾ ഒരു പക്ഷേ ഇത് പൊങ്ങി ഈ കണ്ടെയ്നർ ഈ സിലിണ്ടർ പൊങ്ങി മുകളിലേക്ക് വരാനുള്ളൊരു സാഹചര്യമുണ്ടോ എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. എന്തായാലും അത് കൈകാര്യം ചെയ്യാൻ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് വിദഗ്ധരെ എത്തിച്ച് കണ്ടെയ്നർ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കളക്ടർ നേരത്തെ പറഞ്ഞത് MSC കമ്പനി വേഗത്തിൽ തന്നെ അവരുടെ ഇടപെടൽ ഉണ്ടായതാണ്. പക്ഷേ അതേ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ ഈ വാൻഹായ് കപ്പലിൻ്റെ ഭാഗത്തുനിന്ന്, ആ ഉടമകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. എന്തായാലും 2 അനുഭവങ്ങൾ, 2 അപകടങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതൽ കാര്യക്ഷമതയോടെ ആ കപ്പൽ കമ്പനികൾ ഇടപെടേണ്ടതാണ്. അത് നമ്മുടെ അധികൃതർ ആ കാര്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.